രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏറെ ആളിക്കത്തിച്ചത് റിപ്പോർട്ടർ ടിവിയാണ്. നാട്ടിലെ ഇടതുപക്ഷക്കാർ മുഴുവൻ ചാനലിലേക്ക് ഇടിച്ചു കയറുമെന്നും ഇടവേളയ്ക്ക് ശേഷം ഒന്നാം സ്ഥാനത്തെത്താൻ സാധിക്കുമെന്നുമാണ് റിപ്പോർട്ടർ കരുതിയത്. എന്നാൽ അവർക്ക് തെറ്റി. പുതിയ ബാർക്ക് റേറ്റിംഗിലും വലിയ ചലനം റിപ്പോർട്ടർ ടിവിക്ക് ഉണ്ടാക്കാനായിട്ടില്ല. 74 പോയിന്റുമായി അവർ രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വാർത്തകളാണ് റിപ്പോർട്ടർ നൽകിയത്. ഇതിന് പിന്നാലെ ചാനലിന്റെ തൃശൂർ ഓഫീസിലേക്ക് കടന്നെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിയോയിലൊഴിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇത്രയുമൊക്കെ സഹിച്ചിട്ടും തങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കാത്തത് വലിയ കുറവായി അവർ കാണുന്നുണ്ട്. റിപ്പോർട്ടറിന് പിന്നാലെ പണി കിട്ടിയിരിക്കുന്നത് മനോരമ ചാനലാണ്. സ്ഥിരമായി 3-ാം സ്ഥാനത്ത് ഇരിക്കാറുള്ള മനോരമ ഇപ്പോൾ 5-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിരിക്കുകയാണ്. 6 ആഴ്ച മുൻപ് മനോരമയെ 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബാർക്ക് റേറ്റിംഗിൽ 4-ാം സ്ഥാനത്ത് കയറിയ മാതൃഭൂമി ഇതുവരെ അത് നിലനിർത്തിയെന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ ആഴ്ച നില മെച്ചപ്പെടുത്തി 8 പോയിന്റിന്റെ വ്യത്യാസത്തിൽ എത്തുകയും ചെയ്തു. മാതൃഭൂമി 39 പോയിന്റ് നേടിയപ്പോൾ മനോരമ 31 പോയിന്റിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതേസമയം ഏറ്റവും പുതിയ ചാനലായ ന്യൂസ് മലയാളം 24/7 30 പോയിന്റുമായി തൊട്ടു പിന്നിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഇതേപോലെ മനോരമയ്ക്ക് തൊട്ടു പിന്നിൽ നിന്ന് മാതൃഭൂമിയാണ് ഇപ്പോൾ വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നത്. ഇതേ നിലയിൽ പുതിയ ചാനലും മുന്നേറ്റം നടത്തിയാൽ ഇരു ചാനലുകളുടെയും സ്ഥിതി കഷ്ടത്തിലാകും. റിപ്പോർട്ടറിന്റെ മുന്നേറ്റത്തിൽ ഇടയ്ക്കൊന്ന് പതറിയത് ഒഴിച്ചാൽ തുടർച്ചയായി 1-ാം സ്ഥാനം നിലനിർത്തുന്ന ഏഷ്യാനെറ്റ് അടക്കം എല്ലാ ചാനലുകളും സർക്കാർ വിരുദ്ധ വാർത്തകൾ കൊണ്ട് മുന്നേറുമ്പോൾ സർക്കാർ CPM അനുകൂല വാർത്തകൾ കൊണ്ടാണ് ന്യൂസ് മലയാളം 24/7 മുന്നേറ്റം എന്ന് കാണാൻ സാധിക്കും. പാർട്ടി ചാനലായ കൈരളിയുടെ കാഴ്ചക്കാരെ കൂടി ഇവിടേക്ക് എത്തിക്കുമെന്ന മട്ടിലാണ് ന്യൂസ് മലയാളത്തിന്റെ മുന്നേറ്റം നടക്കുന്നത്. ആദ്യകാലത്ത് ഏഷ്യാനെറ്റിനൊപ്പവും പിന്നീട് തൊട്ട് പിന്നിലുമായി നിലയുറപ്പിച്ച മനോരമയുടെ ആ പൊസിഷനാണ് 24 ന്യൂസ് ആദ്യം തട്ടിയെടുത്തത്. അതോടെ സ്ഥിരം 3-ാം സ്ഥാനം ഉറപ്പിച്ച മനോരമ ചാനൽ റിപ്പോർട്ടറിന്റെ വരവോടെ 4-ാം സ്ഥാനത്തേക്ക് തെറിച്ചു. മാതൃഭൂമി മുന്നേറിയതോടെ ഇപ്പോഴതും നഷ്ടപ്പെട്ട അവസ്ഥയായി. 4-ാം സ്ഥാനം തിരിച്ചു പിടിക്കുക എന്നതിനേക്കാൾ 5-ാം സ്ഥാനമെങ്കിലും നിലനിർത്തുക എന്ന ദയനീയ സ്ഥിതിയിലാണ് മനോരമ നിൽക്കുന്നത്.